പോയില്ല. ഹായ് ഫ്രണ്ട്സ്, മരക്കാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചൂണ്ടയിടിയിലൊക്കെ കുറവായിരുന്നു, ജോലിയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കമണാംഗലേഴ്സ് ശ്രാവൺ ചേട്ടൻ 2 പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് തന്നെ നമ്മുടെ ബിഗ് മൗത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാർണിവൽ എന്ന് പറഞ്ഞ ഫ്രോ ആണ്. എന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ഫ്രോയിൻ്റെ കൂട്ട് തന്നെ, ഹാൻഡ് മെയ്ഡ് അല്ല എന്നാലും അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. എന്നാലും ഹുക്കപ്പ് ആണെങ്കിൽ തന്നെ ഹുക്കപ്പ് റേഷ്യോ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഇതുണ്ടോ, തൊട്ട് കൊടുത്താൽ മതി, കറക്റ്റ് മീൻ അടിച്ചു കഴിഞ്ഞാൽ മിസ്സാകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിലാണ് കണ്ടോ, സ്പ്ലിറ്ററിങ്ങും സിവിലും ഒക്കെയാണ്. ഈ ഒരു പ്രൈസിന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം ബാക്കിയുള്ള ഫ്രോഗ് 180, 200 ഒക്കെ എന്ന് പറയുമ്പം അതിൻ്റെ സ്പിന്നർ വന്നിട്ട് കമ്പിയിലാണ് വരുന്നത്. ഇത് സ്പ്ലിറ്ററിങ്ങും സിവിലും എല്ലാം കൂടെ ഇമ്പിൾട്ടായിട്ട് വെയിറ്റും വന്നിട്ടുണ്ടാകത്ത് ലെഡിൻ്റെ, അതിലോട്ട് കണക്ട് ചെയ്തേക്കുക. അപ്പോൾ ഒരിക്കലും അടിച്ചാൽ മീൻ മിസ്സാകത്തുമില്ല. അതുപോലെ തന്നെ നമ്മളിന്ന് യൂസ് ചെയ്തേക്കുന്ന ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ 100 ബ്രൈഡാണ്. 20 mm ഉള്ള ബ്രൈഡാണ്. 10 കിലോയും 800 ഗ്രാമും കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ പക്ക ബ്രൈഡാണ്. 4 സ്റ്റാൻഡാന്ന് പറഞ്ഞാലും മീനെ വലിച്ചു കുറച്ച് കയറ്റാം. നല്ല ക്വാളിറ്റിയുള്ള പക്ക ബ്രൈഡാണ്. അതിൽ ഇതും കൂടി ഇട്ട് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് ഈ 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ നമ്മുടെ കമണാംഗേഴ്സിലെ ശ്രാവൺ ചേട്ടൻ്റെ നമ്പർ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ വേണ്ടവർ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല വെടിക്കെട്ട് ഫ്രോഗും ബ്രൈഡും ഇടാം. ആവശ്യക്കാരെടുത്തിട്ട് ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന റിസൾട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അയ്യോ, മീനെങ്ങനെ ഇത് അടിച്ചു കയറി? എൻ്റെ തെയ്യം ഇതുണ്ടോ, കാസ്റ്റ് ചെയ്ത ഒരു സിലോപ്പി കുഞ്ഞ്. നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ മീൻ കയറുന്നേ? അപ്പോൾ നമ്മുടെ കാർണിവൽ ഫ്രോഗയിലെ ആദ്യത്തെ മീൻ സിലോപ്പി കുഞ്ഞ് കേട്ടോ. കഷ്ടം, പെതുക്കെ. അയ്യോ കഷ്ടം, അങ്ങോട്ട് അതിൻ്റെ ഹുക്ക് കണ്ടോ? അപ്പം അടുത്തതങ്ങാണ്ട് പോയാൽ അടിച്ചു മോനെ. ആണോ? കാർണിവലിലെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മോനെ. നല്ല ഫൈറ്റാണല്ലോ. പായലയില പോയില്ല. യെസ്, അടിപൊളി. 1 കിലോ സൈസുള്ള 1.25 ആ സൈസ് കിലോ വരുന്നില്ല ചേറാൻ എൻ്റെ. അടിപൊളി കാർണിവല് അഴിച്ച അണ്ണാക്കി കയറി. നമ്മളിപ്പോൾ ആക്ടിവിറ്റി കണ്ടിട്ട് ഓടി വന്നതാ. രക്തം ഇതുണ്ടോ സൈസ്. അടുത്ത് സഞ്ചിക്കാത്തിട്ട് പൊളിപ്പൊള്ളേ. രക്തം ചോര കണ്ട് രാവിലെ. പോയില്ല തക്കടുമണിയൻ. വരാലും ഉദ്ഘാടനം തന്നെ ചേരാനല്ല. ചോര രക്തോ. പിന്നെ ഇടിവിട്ട് ബ്രൈഡ് കൂടാ കേട്ടോ. ബ്രൈഡ് 4 സ്റ്റാൻഡ് ബ്രൈഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്.
20 mm പ്രോ ഹണ്ടർ. കയറി അവൻ ഇത്രയും ദൂരത്തുനിന്നല്ലേ? പിന്നെ അടിച്ചെണ്ണാക്കിലാക്കിയോ? ചെറിയ ഫ്രോ അല്ലേ സൗണ്ടായി അടിച്ചതിൻ്റെ. ഇതിൻ്റെ കാർണിവൽ ഉണ്ടോ? ഇതാ ഫ്രോ കണ്ടോ? തിരിഞ്ഞുണ്ടോ ഫ്രോ? സൈസാ, കുഴപ്പമില്ല. മീനെന്ന് കാണിച്ചേ, പിടിച്ചോളാം നന്നായിട്ട്, പോവല്ലേ. കണ്ടോ നൈസ്, നല്ല കളറുണ്ട് കേട്ടോ. സഞ്ചിക്കത്തിട്ടോ നമുക്കിനി ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും അടിക്കുമെന്ന്. ഞാൻ ഓർത്ത് പോയെന്ന് കേട്ടോ. അല്ല പായല് ഇവിടെ വന്നപ്പോൾ ഇത്ര ലോങ് കൂടെ ആയതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലുള്ളായിരുന്നൊരു പേടി, ഇത്ര ലോങ് ആയതുകൊണ്ട്. ഓക്കെ, ഇന്നലെ വാങ്ങിച്ചെറിയില്ല കേട്ടോ. ഡൈവേയുടെ 3000 ശ്രാവണിച്ചേണ്ട കടയുന്നു. അതും ഉദ്ഘാടനം തന്നെ ചേരാൻ. അല്ല ഈ സൈഡ് അടിച്ചിട്ടില്ല. മാറി പോട്ടെ. ആക്ടിവിറ്റി പോലും ഇല്ലല്ലേ? ആര് പറഞ്ഞു ഇത്രയും വലിയ ആക്ടിവിറ്റി കാണുന്നത്? തോണ്ട അവിടെ ഒരുത്തൻ കിടക്കും. എവിടെ? അങ്ങ് കിടക്കുന്നോ? അത് സിലോപ്പി ഒന്നുമല്ല. അയ്യോ മോനെ, എവിടെ നിന്ന് അവിടെ വരെ അറിഞ്ഞോ? സിലോപ്പി അല്ല, സിലോപ്പി അങ്ങനെ അടിക്കുന്ന മുമ്പേ ആടുന്ന. അങ്ങോട്ട് ഇവിടെ അത്ര നിന്നിട്ട് കാര്യമില്ലല്ലോ. അതില്ല, അതുകൊണ്ട് ഒരുത്തൻ തല പൊക്കുന്നു. ആമക്കുട്ടനാണോ? നോക്കട്ടെ. അങ്ങേ അറ്റത്ത് ആ പായലിനകത്ത് നിറഞ്ഞു. ഇതുകൊണ്ട് അവിടെ നമ്മൾ അറിഞ്ഞില്ല. മോനെ അടിച്ചു. ഹെവി മോനെ. ദേവി അടുത്ത കയറാൻ ബിഗ് മൗത്തിൽ കാർണിവൽ. ഹെവി ഫൈറ്റ് ആകട്ടോ മച്ചന്മാരെ. മോനെ പെതുക്കെ നൈഷേ. ഹണ്ടലിനകത്ത് കയറി. ഇല്ല പൊക്കി വലിച്ചും കയറ്റ്. മോനെ അങ്ങോട്ട് നീക്കി നിർത്ത്. ഹെവി കാർണിവലിൽ അടുത്ത് ചേരാൻ. ഓനെ സൂപ്പർ. കാർണിവലിൽ ഫ്രോഗും തെറ്റില്ല, ബ്രൈഡും പോസ്റ്റ് ആൻഡ് ബ്രൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോ ഹണ്ടിൻ്റെ പോസ്റ്റ് ആൻഡ് ബ്രൈഡ് ഇടിവിട്ട് സാധനം. നൈസേ. കാർണിവലിൻ്റെ ഫ്രോഗ് 9 ഗ്രാം. 9 ഗ്രാമാ ആ ബ്രൈഡിൻ്റെ. ഇതുകൊണ്ട് അങ്ങ് അത്രയും ലോങ് കാസ്റ്റ് കിട്ടുന്നത്. നൈസ്. ബിഗ് മൗത്ത് കാർണിവൽ. ബ്രൈഡും അതുപോലെ തന്നെ പ്രോ ഹണ്ടർ 4 സ്റ്റാൻഡ് ബ്രൈഡാ 20 mm. നല്ല രസമുണ്ട് കാണാനേ. മേൽച്ചുണ്ടിനാ കയറി കേട്ടോ. ചാടുന്നു കിട്ടാൻ
ഓ എൻ്റെ തലയിട്ട് മേലോട്ട് ഇടിക്കുന്നത് കള്ളപ്പെടുക. അങ്ങനെ ചെറുതായിട്ട് ബാഗിനകത്ത് അടിച്ച് കയറ്റി. വേറെ ഒന്നും തോന്നുന്നില്ല, സഞ്ചി ഇല്ലാത്തതുകൊണ്ട് കേട്ടു. വേറെ വലിയ ചാക്ക സച്ചൊന്നും എടുത്തുണ്ടോ തീരി ഞാൻ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്ററിങ് തന്നെ. ഒരിക്കലും 200 രൂപ റേഞ്ച് അല്ല, 250 രൂപ റേഞ്ച് വരുന്ന ഇതിൽ നമ്മുടെ സാധാ ഫ്രോ, ഹാൻഡ് മെയ്ഡ് അല്ലാതെ സാധാ ഫ്രോയിൽ ഒരിക്കലും സ്പ്ലിറ്ററിങ്ങോ കാര്യങ്ങളോ ഇങ്ങനെ രീതി വരത്തില്ല. ക്ലിയറായിട്ടാണ് കൊടുത്തേക്കുന്നുണ്ടോ. അതതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ 10 മീൻ കയറുമ്പോൾ തന്നെ അടി പൊട്ടിപ്പോവും. ഇതിൻ്റെ പ്രത്യേകത അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല വെയിൽ, സമയം 8:30 9 ആകുന്നു. എന്ത് ഫോളോ വന്നായിരുന്നു അവന് പോയി? ഇല്ല, സിലോപ്പി കൂട്ടാൻ എന്തോ സിലോപ്പി ആയിരിക്കും ഇല്ലയോ, പൈസ സിലോപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. കാസ്റ്റിംഗ് എല്ലാം നിർത്തുക. 9 മണിയോളമായി. നമുക്കെന്താ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും അടിക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോക്കകത്ത് അടിയും. പോകുന്ന വഴിക്ക് ജസ്റ്റ് നടന്ന് പോകുമ്പോഴേ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഉത്തരവാദിത്തം കൊടുത്തേക്ക്. ഓക്കെ, ബൈ.